അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നഖറഉ വനഫ്ഹമു അല്ലേ, വായിച്ച് മനസ്സിലാക്കുക. ളിയാഫത്തുൻ അജിബല്ലാഹു മിൻഹ എന്ന പാഠത്തിന് തദ്രീബാത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. മജ്ഹൂദൻ പ്രയാസപ്പെടുന്നവൻ, അള്ളാഫ സൽക്കരിച്ചു, ലിയുക്രിം ആദരിക്കട്ടെ, റഹ്ല് വീട്, അക്രമ ആദരിച്ചു, സിറാജ് വിളക്ക്, അത്തുഫ അണഞ്ഞു, അണച്ചു നെയ്ക്കോട്ടെ, അണച്ചു, അത്തുഫ അണച്ചു, ഇൻഫത്ത് ആണ് അണഞ്ഞത്, അണച്ചു, അറ കാണിച്ചു, അഷാ അത്തായം, തോവിൻ വിശക്കുന്നവൻ, സ്വനീയ പ്രവർത്തിക്കുന്നവൻ, സ്വനീയ പ്രവർത്തനം, ഇവിടെ സ്വനീകരണ പ്രവർത്തനം. നവ്വമ ഉറക്കി, ഹമല പ്രേരിപ്പിച്ചു, ലൊയ്ഫുൻ അതിഥി. നമ്മൾ അർത്ഥം ഇടാനാട്ടോ. മജ്ഹൂദൻ പ്രയാസപ്പെടുന്നവൻ, ഊത്തുൻ ഭക്ഷണം, തോവിൻ വിശക്കുന്നവൻ, അസുലോ പെരുമാറ്റം, രീതി പെരുമാറ്റം, റഹ്ല് വീട്, അഷാവുൻ അത്തായം, സ്വനിയോൻ പ്രവർത്തനം, സിറാജ് വിളക്ക്. നിങ്ങൾക്കൊന്ന് മുകളിൽ തന്നെ പറഞ്ഞത് അതെ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ കാണാതെ അർത്ഥം ഇതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി സന്ദർഭം വിശദീകരിക്കാനാണ്. സന്ദർഭം എന്താണ്? സന്ദർഭം ഇന്നീ മജ്ഹൂദ്, ഞാൻ വലിയ പ്രയാസത്തിലാണ്, വിശന്നിട്ടേ ഞാൻ വലിയ പ്രയാസത്തിലാണ്. ഇത് പറഞ്ഞ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരാൾ പറഞ്ഞു, ഇതാണ് പറഞ്ഞതാണ്. അനയാ റസൂലല്ലാഹ്, ഞാൻ സൽക്കരിക്കാം തിരുദൂതരെ. ഇതെപ്പോഴാണ് ഈ വാക്ക് എപ്പോഴാണ് ഉണ്ടായത്? വിശന്ന് വലഞ്ഞ ഒരാൾക്ക് വേണ്ടി നബിയുടെ എല്ലാ ഭാര്യമാരിലേക്കും ആളെ വിട്ടു. എല്ലാവരും വെള്ളമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക? അപ്പോൾ അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് ഇത്, അനയാ റസൂലല്ലാഹ്, ഞാൻ സൽക്കരിക്കാം. 3 ഫഅലിഹിം ബിശൈ, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ ഈ സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയ സ്വഹാബി ഭാര്യയോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വഹാബി പറഞ്ഞതാണ് ഇത്. 4 ലഖദ് അജിബല്ലാഹു മിൻ സ്വനഇകുമാ ബിളൈഫികുമൽ ലൈല, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കാരണം അള്ളാഹു സന്തോഷിച്ചിരിക്കുന്നു, അള്ളാഹു പുതുമയായിരിക്കുന്നു, അള്ളാഹു ഇഷ്ടമായിരിക്കുന്നു. അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി മാന്യമായി സൽക്കരിച്ച് വിശന്നവരായി ഉറങ്ങി. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എന്തെങ്കിലും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക. ഈ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നുള്ളതില്ല കേട്ടോ. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കാരണം അള്ളാഹു സന്തോഷിച്ചിരിക്കുന്നു. ഇത് എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയത് കേട്ടോ. നംല ഉൽ ഫറാ കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളത് പോലെ എന്ത് ചെയ്യുക എന്നുള്ള ഇത്. ജുംലത്തുൽ ഫിഅലിയ, ജുംലത്തുൽ ഇസ്മിയ. ഖഅദൽ ലൈഫ് പറഞ്ഞാൽ മാളിയായ ഫീലോ അതിൻ്റെ ഫായിലുമാണ്. അള്ളോയിഫു ഖായിദ് എന്ന് പറഞ്ഞാൽ മുബത്തദോ ഖബറാണ്. ഇതുപോലെ ഇസ്മിയ ജുംല, ഇത് അറബിയിൽ ഇസ്മിയായ, ഇത് ഫഇലിയ ജുംല. അപ്പോൾ ഖഅദൽ ലൈഫു എന്ന് പറഞ്ഞാൽ ഇസ്മിയ ജുംലയിട്ട് എങ്ങനെ എഴുതുക? അള്ളോയിഫു ഖായിദ് എന്ന് എഴുതും. സ്വഇദ റജുലു എന്ന് പറയുമ്പോൾ ഒരു അലിഫ് ലാം മുട്ടേക്കല്ലേ,
നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, PDF ആണ്. സ്വാഇദ റജുലു പറയുമ്പോൾ അറജുലു സ്വാഇദുൻ, ഖാല റജുലു പറയുമ്പോൾ അറജുലു ഖായിലുൻ. ഇന്തലഖ റജുലു പറഞ്ഞാൽ അറജുലു മുന്തലിഖുൻ. ഇന്തഫഅ സിറാജു പറഞ്ഞാൽ അസ്സിറാജു മുന്തഫി. മനസ്സിലായോ? ഈ പുറത്തുള്ളതൊക്കെ വലത് ഭാഗത്തുള്ളതൊക്കെ എന്താണ്? ഫിഇലിയായ ജുംലയിലാണ്. അപ്പോൾ അതിന് നിങ്ങൾ പാലപ്പുറത്ത് കൊണ്ടുള്ളത് അതേ ആശയമുള്ള ഇസ്മിയായ ജുംലയാണ്. ഇതർത്ഥം എന്താ? ഖാദൽ ലൈഫു, അതിഥി ഇരുന്നു, അല്ലൈഫു ഖായിദുൻ, അതിഥി ഇരിക്കുന്നവനാണ്. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഒന്നും ഒരു കാലം കൂടി ചേർന്നു മാത്രം, അധികം കോലം കൂടിയിട്ടില്ല, കാലം ഉണ്ടാവുകയൊക്കെ ചെയ്യും. സ്വായിദ റജുലു, ഒരാൾ കയറി, അറജുലു സ്വായിദ, ഒരാൾ കയറുന്നു. ഖാല റജുലു, ഒരാൾ പറഞ്ഞു, അറജുലു ഖായിലുൻ, പറയുന്നു. ഇന്തലഖ റജുലു, ഒരാൾ പോയി, റജുലു, ഒരാൾ പോകുന്നു. പറയാൻ എന്താ സുഖം. അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തമുള്ളവരായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിയൊക്കെ ഏറ്റിത്തരണേ അല്ലാഹ്. പഠിച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മാക്കുപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ നീ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അന്ന് അവർ നിന്റെ അറിവിൻ്റെ വിഷയത്തിൽ ഞങ്ങളെ തിരിച്ചതുകൊണ്ട്, ആ വഴിയിലേക്ക് അവരെ ഞങ്ങൾ തിരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ഇൽമിൻ്റെ മുമ്പിൽ ഇരിക്കാനായി റബ്ബേ ഈ മക്കളെ ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നല്ല ബുദ്ധി തന്ന് ആദരിക്കണേ റഹ്മാനേ. ഞങ്ങളെ ഉമ്മമാർക്കോ ഉപ്പമാർക്കോ മറ്റാർക്കും മാരകമായ രോഗം നൽകല്ല അല്ലാഹ്. രോഗമുള്ളവർക്ക് ശിഫ നൽകണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.